ജീവിതം ചിലപ്പോൾ ഏകോപിതമായും ചിലപ്പോൾ സംഘർഷത്തോടെയും നിങ്ങൾക്ക് അനുഭവമാകുന്നുണ്ടോ? ഇതാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. പറയുന്നത് ഇങ്ങനെയാണ്: ഇന്റഗ്രേറ്റഡ് അവയർനെസ് ബ്രിങ്സ് കോഹറൻസ് വൈൽ ഡിവിഷൻസ് ക്രിയേറ്റ്സ് കോൺഫ്ലിക്റ്റ്. അവബോധ നിലകളും ബോധപരിണാമവും എന്നുള്ള പാഠത്തില് ഏകോപിത അവബോധം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എങ്ങനെയാണ് അവബോധ നിലകൾ ഏകോപിപ്പിക്കപ്പെടുന്നത്? അവബോധ നിലകൾ ഏകീകരിക്കപ്പെടുമ്പോഴും വിഭജിക്കപ്പെടുമ്പോഴും എന്തെല്ലാമാണ് സംഭവിക്കുന്നത്? എന്തുകൊണ്ട് അവബോധ ഏകോപനത്തെ മനസ്സിലാക്കണം എന്നതാണ് ഇന്നത്തെ പ്രമേയം. പരിശോധിക്കാം. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നമ്മൾ പലതരം അവബോധങ്ങളെ കുറിച്ചാണ് ചിന്തിച്ചു വന്നത്. സത്തയുടെ അവബോധം, സത്ത ഞാൻ എന്ന് അറിയുന്ന ആ ഭാഗമാണ് സത്തയുടെ അവബോധം, സത്താബോധം എന്ന് പറയുന്നത്. അതിന്റെ അകത്ത് ഉപബോധം, ശിക്ഷിതാവബോധം, സഹജാവബോധം തുടങ്ങിയ മേഖലകളെ കുറിച്ച് പഠിച്ചു. പുറത്ത് പ്രകടബോധം, പ്രതിബോധം തുടങ്ങിയ ബോധങ്ങളെ കുറിച്ച് പഠിച്ചു. അപ്പോ ഇവയെല്ലാം നമ്മൾ പരിചയപ്പെട്ടത് ഇവ ഓരോന്നും എന്ത് ചെയ്യുന്നു എന്നുള്ളത് ബോധ്യപ്പെടാനാണ്. ഉദാഹരണത്തിന് ഇപ്പോ സത്താബോധമാണ് ചിന്തിക്കുന്നത്, ഭാവന ചെയ്യുന്നത്, തീരുമാനമെടുക്കുന്നത്. ഇതെല്ലാം സത്താബോധം ചെയ്യുന്നതാണെങ്കിൽ അതിലേക്ക് വേണ്ടുന്ന സ്മൃതികൾ നൽകുന്നത്, അതിന് വേണ്ടുന്ന ഓർമ്മകൾ, അറിവുകൾ, വിശ്വാസങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഹോൾഡ് ചെയ്യുന്നത് സ്മൃതീന്ദ്രിയത്തിൽ നിൽക്കുന്ന ഉപബോധമാണ്. അതേസമയം നമ്മുടെ വഴക്കങ്ങൾ, തഴക്കങ്ങൾ, ശീലങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിലനിൽക്കുന്നത് ശിക്ഷിതാവബോധത്തിലാണ്. സഹജചോദനകൾ, നമ്മുടെ വാസനകൾ തുടങ്ങിയവ നിൽക്കുന്നത് സഹജാവബോധത്തിലാണ്. അതേപോലെ തന്നെ നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ഇടപെടലുകൾ, നമ്മുടെ സ്വീകരണങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ നിൽക്കുന്നത് പ്രകടബോധത്തിലാണ്. അതുപോലെ നമ്മുടെ സാമൂഹ്യമായ ബന്ധങ്ങൾ, പൊരുത്തമാകലുകൾ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അനുഭവങ്ങൾ, നമുക്ക് ലഭ്യമാകുന്ന പ്രാകൃതിക ഘടകങ്ങൾ തുടങ്ങിയവയെല്ലാം പ്രതിബോധത്തിലാണ് നിൽക്കുന്നത്. ഇങ്ങനെ ഓരോന്നിനും ഓരോ ദൗത്യമാണ്. ഈ പറഞ്ഞിരിക്കുന്ന ഓരോന്നിനും ഓരോ തരം ദൗത്യങ്ങളാണ്. അപ്പൊ എല്ലാം അവരവരുടെ പണികൾ കാണിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ഇത് ഈ ശാസ്ത്രത്തിന്റെ ഒരു രീതി ഉണ്ടല്ലോ, ഇടപിരിച്ച് പോകുന്ന ഒരവസ്ഥ. അങ്ങനെ ഇടപിരിച്ച ഒന്നാണ്. ഇടപിരിച്ച് പോകുമ്പോഴാണ് നമുക്ക് ഓരോന്നും ഓരോ സ്ഥലത്ത് എന്ത് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുക. പക്ഷെ ഇവയെല്ലാം കൂടെ ചേർന്ന് ചെയ്യുന്നത് അത് മറ്റൊന്നാണ്. ഈ പറഞ്ഞതെല്ലാം ഒരു വിഘടിപ്പിക്കപ്പെട്ട ഒരു സംഭവം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഓരോന്നിനും ഓരോ തരം ദൗത്യം, ഓരോ തരം ധർമ്മം നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ ഒരു സൈക്കിളിന്റെ ഘടകങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ചെയിൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക പർപ്പസിനുള്ളതാണ്, ടയർ മറ്റൊരു പർപ്പസിനുള്ളതാണ്, അതിന്റെ കമ്പി മറ്റൊരു പർപ്പസിനുള്ളതാണ്, ഹാൻഡിൽ ബാർ മറ്റൊരു പർപ്പസിനാണ്, ബെല്ല് മറ്റൊരു പർപ്പസിനാണ്. ഇത് ഓരോന്നും ഓരോ പർപ്പസാണ്. പക്ഷെ ഇവയെല്ലാം കൂടെ ചേരുന്ന സമയത്താണ് ഒരു യാത്രാവാഹനമായിട്ട് അത് മാറുക. അപ്പോ ഈ വിഘടിതമായിട്ടുള്ളൊരവസ്ഥയിൽ അവയുടെ ദൗത്യങ്ങളും സംഘടിതമായിട്ടുള്ളൊരവസ്ഥയിൽ അവയുടെ ദൗത്യവും ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോ നമ്മളിപ്പോ ഈ അവബോധ തലങ്ങളെ നമ്മൾ ഇടപിരിച്ചു പഠിച്ചത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾക്കും കാരണമാകും. ഇവയെല്ലാം വെവ്വേറെ അവബോധ തലത്തിൽ നടക്കുന്നു എന്ന ബോധ്യമുണ്ടാകാൻ വേണ്ടിയാണ്. എന്നാൽ ഇവയിൽ ഏതെങ്കിലും ഒന്ന് മാത്രമായി പ്രവർത്തിക്കാറുണ്ടോ? നമ്മൾ പ്രവർത്തിപ്പിക്കാറുണ്ട് കേട്ടോ, ചിന്ത മാത്രമായിട്ട് പ്രവർത്തിപ്പിക്കാറുണ്ട്. ഇവയെ തമ്മിലുള്ള പരസ്പര ബന്ധത്തെ നമ്മൾ പലപ്പോഴും വിച്ഛേദിക്കുകയോ അല്ലെങ്കിൽ അവ തമ്മിൽ സുതാര്യമായി ബന്ധപ്പെടാൻ പറ്റാത്ത രീതിയിലാക്കി തീർക്കുകയോ ചെയ്യാറുണ്ട്. എങ്കിലും ഇവയെല്ലാം കൂടെ ചേർന്നാണ് പ്രവർത്തിക്കുക, എല്ലാം കൂടെ ചേർന്നാണ് പ്രവർത്തിക്കേണ്ടത്. അപ്പോ ആ എല്ലാം കൂടെ ചേർന്നുള്ള പ്രവർത്തനമാണ് സംഭവിക്കുന്നത് എന്നറിയാനാണ് ഈ ഏകോപിത അവബോധത്തെ കുറിച്ചുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടാകേണ്ടത്. അപ്പോ ഇവയെല്ലാം തമ്മിൽ ഏകോപിച്ച് പ്രവർത്തിക്കുന്ന സമയത്താണ് നമുക്ക് ജീവിതത്തിൽ ക്ലാരിറ്റി ഉണ്ടാവും. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് വഴി എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് വ്യക്തത ഉണ്ടാവുന്ന അവിടെയാണ്.
നമ്മുടെ ജീവിതത്തിൽ ഒരു ബാലൻസ് ഉണ്ടാവുന്നത് ഇവയെല്ലാം ഏകോപിച്ച് പ്രവർത്തിക്കുമ്പോഴാണ്. ഇപ്പോ ഈ ഏകോപനം തെറ്റുന്ന സമയത്ത് സർവത്ര പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പൊ ഡിപ്രഷൻ, ഒരാൾ ഡിപ്രസ്ഡ് ആവുന്നത് ചില സ്മൃതികളിൽ മാത്രം ജീവിക്കുമ്പോഴാണ്. ഈ സ്മൃതികളിൽ മാത്രം ജീവിക്കുകയും സ്മൃതികളുടെ ചില ഘടകങ്ങൾ മാത്രം ഡോമിനേറ്റ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് ഇവ ബാലൻസ് ചെയ്യാനുള്ള ഒരു സമയം കിട്ടുന്നില്ല. ഇപ്പൊ ചിലർ ചിന്തകളിൽ മാത്രം ജീവിക്കും, അവർ ഓവർ തിങ്ക് ചെയ്ത് ജീവിക്കും, അവിടെ സ്മൃതികൾക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല, ചിന്തിച്ച് പോയിക്കൊണ്ടിരിക്കും. ഇതായിരിക്കില്ല അനുഭവമായിട്ട് വരിക, അയാളുടെ പെരുമാറ്റമായിട്ട് വരിക മറ്റൊന്നായിരിക്കും. ഇതായിരിക്കില്ല അയാളുടെ ശീലം എന്ന് പറയുന്നത്. ഇവയെല്ലാം തമ്മിൽ ഏകോപിച്ച് വർക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് അയാൾക്ക് സമാധാനം ഉണ്ടാവുക, വ്യക്തത ഉണ്ടാവുക, സമതുലിതാവസ്ഥ ഉണ്ടാവുക. ഇവ ഓരോന്നും വെവ്വേറെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ആന്തരിക സംഘർഷം കൂടും, അസ്വസ്ഥത ഉണ്ടാവും. അപ്പോ യഥാർത്ഥ ജീവിതത്തിന്റെ ഗുണം അല്ലെങ്കിൽ ക്വാളിറ്റി എന്ന് പറയുന്നത്, അതിന്റെ ഒരു ഫലം എന്ന് പറയുന്നത് ഈ അവബോധ തലങ്ങളെല്ലാം തമ്മിലുള്ള ഏകോപനത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഏകോപിക്കപ്പെടുക? ഈ ഏകോപനം എന്ന് വെച്ചാൽ എന്താണ്? യഥാർത്ഥത്തിൽ ഇവയുടെ ഏകോപനം എന്താണ്? ഇപ്പൊ നമുക്കറിയാം ഈ അവബോധ തലങ്ങളെല്ലാം തന്നെ ബോധത്തിന്റെ വിവിധ പാളികളാണെന്ന്, ലേയേഴ്സ് ആണെന്ന്. ഇപ്പൊ ഉള്ളി അറിയാമല്ലോ, ഉള്ളിയുടെ ഓരോന്നും ഓരോ പാളി തുറക്കുമ്പോഴും അടുത്തൊരു പാളി കാണും, ഇങ്ങനെ പാളിക്കകത്ത് പാളികളായിട്ടാണ് പോകുന്നത്. ഇതുപോലെ ബോധത്തിന്റെ വിവിധ പാളികൾ ആണ് നമ്മൾ ഈ കാണുന്ന അവബോധ നിലകൾ എന്ന് പറയുന്നത്. ഈ ബോധത്തിന്റെ പാളികൾ എവിടെയാണ് നിൽക്കുന്നത്? അത് നമ്മൾ നെസ്റ്റഡ് ഹൈറാർക്കി വെച്ചിട്ട് കൂടായ ക്രമീകരണമില്ല. പ്രപഞ്ചത്തിനകത്ത് സൗരയൂഥം, അതിനകത്ത് ഭൂമി, അതിനകത്ത് ജീവരാശി, അതിനകത്ത് മനുഷ്യരാശി, അതിനകത്ത് മനുഷ്യൻ, അതിനകത്ത് അവയവം, അതിനകത്ത് കല, അതിനകത്ത് കോശം എന്നുള്ള ലെയറുകളായിട്ടാണ് ഇതിന്റെ ഭൗതിക ഘടന. ഈ ഓരോ ഭൗതിക പാളിയിലും അവയുടേതായിട്ടുള്ള ബോധങ്ങളുണ്ട്, അവയുടേതായിട്ടുള്ള അവബോധങ്ങളുണ്ട്. ഈ അവബോധത്തെയാണ് നമ്മൾ ഇപ്പോ അവബോധ നിലകൾ എന്നുള്ള രീതിയിൽ മനസ്സിലാക്കിയത്. ഈ അവബോധങ്ങളെല്ലാം തമ്മിൽ സുതാര്യമായി പ്രവർത്തിക്കണം. അതായത് ഇപ്പൊ ഏറ്റവും അകത്തുള്ള ഒരു പാളി ഇമ്മീഡിയറ്റ് ആയിട്ട് കണക്ട് ചെയ്യുക അതിന്റെ തൊട്ടുമുകളിലുള്ള പാളിയുമായിട്ടാണ്, അതിന്റെ തൊട്ടുമുകളിലുള്ള പാളിയുമായിട്ടാണ് കണക്ട് ചെയ്യുക. അപ്പൊ ഇങ്ങനെ പാളികളിൽ നിന്നും പാളികളിലേക്ക് ഇങ്ങനെ കൈമാറി പോകുന്ന ഒരു വിനിമയം അവിടെ ഉണ്ടാകുന്നുണ്ട്. ഇവയെല്ലാം ചേർന്ന് ഇഴുകി വേണം പ്രവർത്തിക്കാൻ. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ആ മൊത്തം വ്യവസ്ഥ കൃത്യമായിട്ട് പ്രവർത്തിക്കുകയുള്ളൂ. ഇപ്പൊ ഉദാഹരണത്തിന് എന്റെ ശരീരം എന്റെ അവയവത്തോട് കൃത്യമായിട്ട് സംവദിക്കുമ്പോൾ മാത്രമാണ് എന്റെ ശരീരത്തിന്റെ ധർമ്മങ്ങൾ നടപ്പിലാക്കാൻ അവയവത്തിന് കഴിയുക. എനിക്ക് ചോറ് വാരി തിന്നണമെന്ന് തോന്നിയാൽ എന്റെ കൈ ആ വഴിക്ക് വരണമെങ്കിൽ എന്റെ ശരീരത്തിന്റെ ആ ആജ്ഞ, നിർദ്ദേശം, ആഗ്രഹം, എന്താ പറയുക, ക്വസ്റ്റ് എന്ന് പറയുന്നത് കൈക്ക് മനസ്സിലാവണം. ഈ കൈക്ക് അതിന്റെ അപ്പുറത്തുള്ള കലയോട് സംവദിക്കാൻ കഴിയണം, കലയ്ക്ക് കോശത്തോട് സംവദിക്കാൻ കഴിയണം. ഇപ്പൊ ഇവര് തമ്മില് ഈ സുതാര്യമായിട്ട് ഓരോ തലങ്ങളിൽ, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള തലങ്ങൾ തമ്മിൽ, അടുത്തടുത്ത് നിൽക്കുന്ന ഓരോ ലെയറുകൾ തമ്മിൽ വിനിമയം കൃത്യമായിട്ട് നടക്കുമ്പോൾ മാത്രമേ അവയ്ക്ക് അവയുടെ ശരിയായ ധർമ്മം നിർവഹിക്കാൻ കഴിയുള്ളൂ. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താന്ന് വെച്ചാല് ഈ വിനിമയം കൃത്യമായിട്ട് നടക്കില്ല. അതിന്റെ ഇടയിൽ നമ്മൾ യുക്തി കയറ്റിവെക്കും. ഇപ്പോ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവം, ഞാനൊരു ഇടത്ത് നമ്മുടെ ഈ അരി ഉപയോഗിച്ച് മിക്സിയിലിട്ടിട്ട് അരിപ്പൊടി ഉണ്ടാക്കാൻ കഴിയില്ലേ എന്നൊരു ചോദ്യം ഞാൻ മുമ്പോട്ട് വയ്ക്കുന്നു. അപ്പോൾ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവിക്കുന്നത്. വേദി കഞ്ഞി കുടിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ചോദിച്ചത്, അരിപ്പൊടി ഉണ്ടാക്കാൻ, നമ്മുടെ ഈ അരി വെച്ച് അരിപ്പൊടി ഉണ്ടാക്കാൻ മിക്സിയിലിട്ട് പൊടിച്ചാൽ പോരെ എന്നുള്ളതാണ്. അപ്പോ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുന്ന ആ കാഴ്ച കണ്ട പൊന്നി അത് ചോദിച്ചത്, ഈ പൊടിയരി ഇവിടെ ഉണ്ടല്ലോ, പിന്നെ അരി പൊടിക്കേണ്ട കാര്യമില്ലല്ലോ, പൊടിയരി ഇവിടെ ഉണ്ട്, അത് ഞാൻ കഞ്ഞി കുടിക്കുന്നപ്പോ കഞ്ഞിക്ക് വേണ്ടിയിട്ടാണെന്നുള്ള ഒരു യുക്തി അവിടേക്ക് കയറി. ഞാൻ ചോദിച്ചത്രേ ഉള്ളൂ, അരിപ്പൊടി ഉണ്ടാക്കാൻ കഴിയുമോ? അരിപ്പൊടി എന്നുള്ളത് മാറി അവിടെ പൊടിയരിയായിപ്പോയി. പിന്നെ അതിന്റെ മുകളിൽ കുറച്ചു നേരം സംവേദനം നടത്തിയതിനു ശേഷമാണ് അതിന് ക്ലാരിറ്റി വന്നത്. അപ്പോ ഈ അരിപ്പൊടി എന്നുള്ളത് പൊടിയരിയാക്കി മാറ്റിയത് ആരാ? ആ സാഹചര്യവും സന്ദർഭവും വെച്ച് ഒരു അനുമാനം നടത്തിയിട്ട് അവിടെ ഒരു യുക്തി പ്രവർത്തിച്ചത് കൊണ്ടാണ് അവിടെ അത്തരത്തിലുള്ള ഒരു
രൂപമാറ്റം, രൂപപരിണാമം, ഈ പദത്തിന്റെ രൂപപരിണാമം ഉണ്ടായത്. അവിടെ യുക്തി പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോ അരിപ്പൊടി എന്ന് കേട്ടു, അരിപ്പൊടി. അപ്പൊ അരിപ്പൊടി എന്താണെന്നുള്ളത് ഉള്ളില് ഒരു സൂചനയുണ്ട്, അല്ലെങ്കിൽ അതിനൊരു ഓർമ്മ ബിംബമുണ്ട്. ആ ഓർമ്മ ബിംബത്തിൽ നിർത്തി മിക്സി അറിയാം. ഈ മിക്സിയും അരിയും കൂടെ ചേർത്തുകൊണ്ട് അരിപ്പൊടി ഉണ്ടാക്കുക എന്നുള്ള പ്രോസസ്സ് നടക്കുമോ, സാധ്യമാണോ എന്നുള്ള വിശകലനം ചെയ്താൽ മതി അവിടെ. പക്ഷെ അതിനു മുമ്പ് തന്നെ ഈ അരിപ്പൊടി എന്നുള്ള പദം കേറുമ്പോ തന്നെ അത് പൊടിയരി എന്നുള്ള രീതിയിലേക്ക് പരിവർത്തിപ്പിക്കപ്പെട്ടു. എന്തുകൊണ്ടാണ്? യുക്തി. അപ്പൊ ഇത് നമ്മൾ ചിന്തിച്ചുണ്ടാക്കിയ യുക്തിയാണ്, നമ്മൾ ശീലിപ്പിച്ച യുക്തികളുണ്ട്, നമ്മൾ ഓർമ്മകളിലൂടെ ഉണ്ടാക്കിയ യുക്തികളുണ്ട്. ഓർമ്മകളിലൂടെ ഉണ്ടാക്കിയ യുക്തിയാണ് പാരഡൈം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ചെറിയ കാലം മുതൽ തന്നെ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ട ഒരാളാണ് എന്ന് ഒരു പാറ്റേൺ എനിക്ക് ഉണ്ടായിരുന്നിരിക്കട്ടെ. എന്റെ ജീവിതക്രമങ്ങളിൽ നിന്നും എന്റെ ജീവിത പശ്ചാത്തലത്തിൽ നിന്നും അങ്ങനെ ഒരു അവസ്ഥ ഞാൻ ശീലിച്ചു, വശായി, ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നു. ആ സമയത്ത് എന്നിലേക്ക് കുറച്ച് ഹാപ്പിനെസ് വരികയാണ്, സന്തോഷിക്കാനുള്ള കുറച്ച് സാഹചര്യങ്ങൾ വരികയാണ്. സന്തോഷിക്കാനുള്ള സാഹചര്യത്തെ എന്റെ ബോധതലത്തിൽ നിന്നും ഉപബോധ തലത്തിലേക്ക് എത്തുമ്പോൾ ഉപബോധം അത് അവിടെ വെച്ച് റിജക്ട് ചെയ്യും. കാരണം എന്താ വെച്ചാല് ഞാൻ ദുഃഖിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. എന്റെ ബേസിക് എന്താ പറയാ ടെമ്പറമെന്റ് എന്ന് പറയുന്നത് മെലങ്കലിയാണ്. ആ മെലങ്കലിക്കലായിട്ടുള്ള ഒരു അവസ്ഥ, അല്ലെങ്കിൽ ദുഃഖിതനായിട്ടുള്ള ഒരു അവസ്ഥ, ആ അവസ്ഥയിലേക്ക് ഈ പറയുന്ന സന്തോഷത്തിന്റെ ഒരു അവസ്ഥ പാടില്ല. അപ്പൊ മെലങ്കലിക്കലായിട്ടുള്ള എന്റെ ആ ഐഡന്റിറ്റി ഈ കാര്യത്തെ, ഈ സന്തോഷത്തെ റിജക്ട് ചെയ്യും. അപ്പോ സന്തോഷിക്കുന്ന സമയത്താണ് ശരീരം ഏറ്റവും നന്നായിട്ട് കോർത്തിണങ്ങി പ്രവർത്തിക്കുക. ഈ പ്രവർത്തനത്തെ തന്നെ റിജക്ട് ചെയ്യും. ഉപബോധത്തിലെ തലമാണ്. ഇതേപോലെ നമ്മൾ ശീലിച്ചുണ്ടാക്കിയിട്ടുള്ള ശിക്ഷിതാവബോധ തലങ്ങളുണ്ട്. ഇത് തന്നെ നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മളിപ്പോ എത്ര നന്നായി പെരുമാറാനുള്ള ശേഷിയുള്ളവരാണെങ്കിലും അനുചിതമായ സാഹചര്യത്തിൽ വളർന്ന ഒരാളാണ്, അത്തരത്തിലൊരു കുട്ടിയാണ്. എപ്പോഴും അപ്പനും അമ്മയും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന ഇടത്ത്, കൗണ്ടർ ആർഗ്യുമെന്റ്സ് നടക്കുന്ന ഒരിടത്ത് അത് കണ്ടു വളർന്ന ഒരു കുട്ടിയാണെങ്കിൽ എത്ര നന്നായിട്ട് പെരുമാറാനുള്ള ഫാക്കൽറ്റി ഉണ്ടെങ്കിലും ഇയാൾ ഈ രൂപത്തിലേ പെരുമാറുകയുള്ളൂ. ഇത് പെരുമാറ്റത്തിന്റെ രീതി അവിടെ പാറ്റേണൈസ് ചെയ്തിട്ടുള്ളതാണ്. ഇതുപോലെ തന്നെ അനുഭവത്തിന്റെ കാര്യത്തിൽ ഈ ഓരോ തലത്തിലും യുക്തിയുടെ രൂപം അകത്ത് കയറുന്ന സമയത്ത് ഇവ തമ്മിലുള്ള വിനിമയം കൃത്യമാണ്, ഈ ലെയറുകൾ തമ്മിലുള്ള വിനിമയം കൃത്യമായിട്ട് നടക്കാതെ പോകും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് വ്യക്തത ഉണ്ടാവില്ല, മുൻപിൽ കാണുന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടാവില്ല, ആന്തരികമായിട്ട് എന്താണ് സംഭവിക്കുന്ന വ്യക്തത ഉണ്ടാവില്ല, ചിന്തയും പ്രവർത്തനയും യോജിപ്പിക്കാൻ നമുക്ക് കഴിയില്ല, ജീവിതത്തിന് ഒരു അഡാപ്റ്റബിലിറ്റി ഉണ്ടാവില്ല. ഇതുണ്ടാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് എന്താണ്? ഈ വരുന്ന കാര്യം നേരെ അകത്തേക്ക് പോകുന്നുണ്ടോ, ഞാൻ അതിനെ കടത്തി വിടുന്നുണ്ടോ, അതോ വികാരങ്ങൾ കൊണ്ട് തടയുന്നുണ്ടോ എന്ന ഒരു നിരീക്ഷണം നടത്തണം, ആത്മനിരീക്ഷണം നടത്തണം. എന്റെ ഉള്ളിലൂടെ ഇതെങ്ങനെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു സെൽഫ് അവയർനെസ് നമുക്ക് ഉണ്ടാവണം. അതിന് ചിന്ത ഉണ്ടാവണം, നിരീക്ഷണം ഉണ്ടാവണം. അതേപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ വികാരങ്ങൾ ഇതിനെ തടസ്സപ്പെടുത്തുന്നുണ്ടോ, നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഇമോഷണൽ ബാഗേജുകൾ ഈ നമ്മളെ ഒരു കാര്യത്തെ കൃത്യമായിട്ട് പെർസീവ് ചെയ്യാൻ തടസ്സമാകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. നമ്മുടെ ചിന്തിക്കുന്ന കാര്യം അതേപോലെ പ്രവർത്തിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ചിന്തിക്കുന്ന കാര്യം പ്രവർത്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിനർത്ഥം ഞാൻ പ്രവർത്തനത്തെ പാറ്റേണൈസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്, അല്ലെങ്കിൽ ചിന്തയെ പാറ്റേണൈസ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും തമ്മിൽ, ഈ പാറ്റേണുകൾ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് എനിക്ക് എന്റെ ചിന്തയും പ്രവർത്തനവും ഒരുമിച്ച് പോകാത്തത്. അപ്പോൾ ഞാൻ ഇത് ഒരുമിച്ച് കൊണ്ടുപോകണമെങ്കിൽ ഞാൻ ശ്രദ്ധ കൊടുത്ത് ചെയ്യേണ്ടി വരും, കോൺഷ്യസ് ആക്ഷൻ ഉണ്ടാകേണ്ടി വരും. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം. നമ്മള് പൊരുത്തമായിക്കൊണ്ട് ഉള്ള ഒരു പ്രതികരണം. ഇപ്പോ ഒരാളെ നമ്മളെ ചവിട്ടി, ഉറപ്പായിട്ട് നമ്മൾ തിരിച്ചയാക്കിട്ട് രണ്ടെണ്ണം കൊടുക്കും. ചവിട്ടിയതൊരു കുട്ടിയാണെങ്കിലും നമ്മൾ അവിടെ എന്തൊരു കുസൃതിയാണല്ലേ എന്ന് പറഞ്ഞ് ചിരിച്ച് വാത്സല്യത്തോടെ അതിനെ എടുക്കും. അപ്പോ നമ്മൾ ആ സാഹചര്യത്തെ ബോധ്യപ്പെട്ടുകൊണ്ട് റെസ്പോണ്ട് ചെയ്യും. അപ്പൊ ഈ രൂപത്തിലുള്ള ഒരു അവസ്ഥ നമ്മുടെ ഉള്ളില് ഈ യുക്തിയുടെ സ്വാധീനം വരുന്ന സമയത്ത് ഇത് നെഗറ്റീവ് ആകാം, പോസിറ്റീവ് ആകാം, മിക്കവാറും അത് നെഗറ്റീവായിട്ട് പരിവർത്തിപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കുക. അപ്പോ പലപ്പോഴും ഈ യുക്തിയുടെ ആ ഒരു അവസ്ഥ നമ്മുടെ ഉള്ളിൽ ഉള്ളത് പ്രകടമായിട്ട് ജീവിതത്തിൽ അനുഭവമാകും. ഇപ്പോ ദാരിദ്ര്യം ഉണ്ടാവുന്നത്, മറ്റേ ബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്, അതുപോലെ തന്നെ നമുക്ക് ലഭിക്കണമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ലഭിക്കാതെ പോകുന്നു, തുടങ്ങിയ ഒട്ടേറെ ജീവിതത്തിൽ ഉണ്ടാവുന്ന കോൺഫ്ലിക്റ്റുകളുടെ എല്ലാം
ഒരു പ്രഥമ കാരണം എന്ന് പറയുന്നത് ഈ അവബോധ തലങ്ങൾ തമ്മിലുള്ള ഒരു ട്രാൻസ്പെറൻസി ഇല്ലായിരിക്കുകയാണ്. നമ്മൾ അതിന് പല ടൂളുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതിനെ മാറ്റാൻ നമ്മൾ ഇങ്ങനെ ചെയ്യുക. ഹാർഡ് വർക്ക് ചെയ്താൽ മാറും. ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ വർക്ക് എവിടെയാണ് സംഭവിക്കുക? പ്രകട മനസ്സിലാണ് സംഭവിക്കുക. അത് അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ മാറുന്നു പറയുന്നത് ഹാർഡ് വർക്ക് ചെയ്യുമ്പോഴല്ല മാറുക, ഹാർഡ് വർക്ക് ചെയ്യുന്നതിന്റെ ഒപ്പം മറ്റു തലങ്ങളെല്ലാം തന്നെ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ മാറുമെന്ന് വിശ്വസിച്ചിരിക്കുമ്പോഴാണ് മാറുക. അപ്പൊ ഈ എല്ലാ തലങ്ങളും തമ്മിലുള്ള ഒരു ഒരു ക്രമീകരണം സംഭവിക്കണം. ആ സംഭവിക്കുമ്പോഴേ നമുക്ക് സമാധാനം ഉണ്ടാവുക. ആ സമയത്താണ് ഈ ചേർന്നുള്ള പ്രവർത്തനം, ഇവയെല്ലാം ചേർന്നുള്ള എന്റെ ചിന്ത, എന്റെ പ്രവൃത്തി, എന്റെ ശീലങ്ങൾ, എന്റെ വാസനകൾ, എന്റെ അനുഭവങ്ങൾ, എന്റെ പെരുമാറ്റം, എന്റെ അറിവുകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തമ്മിൽ ഒരു ഏകീകൃത ഭാവം ഉണ്ടാവും. എന്റെ വാസന എന്താണോ അതിനനുസരിച്ചുള്ള അറിവ് എനിക്കുണ്ടാവും, അതിനനുസരിച്ചുള്ള പെരുമാറ്റം ഉണ്ടാവും, അതിനനുസരിച്ചുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. അപ്പൊ ഈ വ്യവസ്ഥാതലങ്ങളെല്ലാം തമ്മിൽ, അല്ലെങ്കിൽ ഈ അവബോധ തലങ്ങളെല്ലാം തമ്മിൽ സുതാര്യമായിരിക്കുമ്പോൾ നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവും. ഈ അറ്റത്ത് നോക്കി ആ അറ്റം കാണുന്ന രീതിയിലുള്ള ക്ലാരിറ്റി ഉണ്ടാവും. ക്ലാരിറ്റി ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ട് വരുന്ന ഒരു ഫ്ലോ സ്റ്റേറ്റ് ആണ്. നമ്മൾ ട്രെയിനിന്റെ ഒരു ഉദാഹരണം പറഞ്ഞിരുന്നു. നീണ്ട ഒരു ട്രെയിനിന്റെ ഈ അറ്റത്ത് നോക്കിയാൽ ആ അറ്റം കാണുന്ന പോലെ ഉള്ള ഒരു ക്രമീകരണം ട്രെയിനിനകത്തുണ്ട്, നടുവിൽ വാതിലുള്ള ട്രെയിനുകളിൽ. പക്ഷെ ട്രെയിൻ വളയുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റാതെ പോകും. അപ്പോ ആന്തരികമായിട്ട് അതൊരു സമതുലിതാവസ്ഥയിൽ നിൽക്കുകയാണെങ്കിൽ ഈ അറ്റം മുതൽ ആറ്റം വരെ നമുക്ക് കാണാൻ കഴിയും. ആന്തരികമായിട്ട് ആ ഒരു സംഭവം ഉണ്ടാവുന്നില്ലെങ്കിൽ ഡിസ്കണക്ഷൻ ആണ് ഉണ്ടാവുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള അപ്പുറത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല, അപ്പുറത്തുള്ളത് ഇവിടെ എന്താണെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആന്തരികമായിട്ട് സംഘർഷം ഉണ്ടാവും, ആശയക്കുഴപ്പം ഉണ്ടാവും. അപ്പോ നമുക്ക് അവിടെ പറയുന്നത് ഇവിടെ പറയുന്നത് തമ്മിൽ കണക്ഷൻ ഉണ്ടാവില്ല, വിരുദ്ധമായിട്ടുള്ള പ്രതികരണം. അവിടെ നിന്ന് വരുന്ന കാര്യത്തിന് ഇവിടെ നിന്ന് തെറ്റായിട്ടുള്ള റെസ്പോൺസ് ആയിരിക്കും ഉണ്ടാവുക. ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുന്ന കാര്യത്തിന് അവിടെ നിന്ന് തെറ്റായിട്ടുള്ള റെസ്പോൺസ് ഉണ്ടാവുക. ആ സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രവർത്തനത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ കാലാവസ്ഥയിൽ മാറ്റം വരും, ഇമോഷണൽ ഇംബാലൻസ് വരും. ടോട്ടലി നമ്മുടെ ആന്തരിക ലോകവും ബാഹ്യലോകവുമായിട്ട്, നമ്മുടെ സങ്കല്പങ്ങളും നമ്മുടെ ജീവിത യാഥാർത്ഥ്യവുമായിട്ട് കണക്ഷൻ ഇല്ലാത്ത രീതിയിൽ ആയിത്തീരും. അപ്പോൾ ഏകോപനം ഉണ്ടാവുക എന്നുള്ളതാണ് ആവശ്യം. സമാധാനത്തിന് ചേർന്നുള്ള ഒരു നിലനിൽപ്പ്, ഈ എന്താ പറയുക, സുതാര്യത ഉണ്ടാവുകയാണ് വേണ്ടത്. അപ്പോ ഇത് നിങ്ങൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട് മനസ്സിലാക്കണം? എന്തിനാണ് ഇങ്ങനെ ഒരു ഏകോപനം ആവശ്യമുണ്ട്, അവബോധ തലങ്ങൾ തമ്മിലുള്ള ഏകോപനം ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കുന്നത് എന്തിനാണ്? ആത്മബോധം ഉണരണമെങ്കിൽ ഈ വ്യവസ്ഥാതലങ്ങളിലൂടെയുള്ള പ്രവാഹത്തെക്കുറിച്ച് അറിയണം. അല്ലാതെ നിരന്തരം നമ്മൾ സാധന ചെയ്താൽ മാറും. ഒരിടത്ത് തന്നെ കുളിച്ചിരുന്നാൽ വെള്ളം കാണുന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്നിട്ട് പലയിടത്തും വെള്ളം കാണാറില്ലല്ലോ. എന്നുവെച്ചാൽ ഒരു പാകം വരും, സാധന ചെയ്യുന്ന ഒരാൾക്ക് പാകം വരും. എന്നാലും ഈ പറയുന്ന ആത്മസാക്ഷാത്കാരമോ അല്ലെങ്കിൽ ഈ പരമമായ ദർശനമോ വിശ്വരൂപ ദർശനമോ ഒന്നും ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? ഈ ഏകോപനം സംഭവിക്കാത്തത് കൊണ്ടാണ്. അപ്പോ ആത്മബോധത്തിന്റെ ഒരു വളർച്ച ഉണ്ടാകണമെങ്കിൽ, ജീവിതത്തിന് ഒരു ദിശാബോധം ഉണ്ടാകണമെങ്കിൽ, നമ്മുടെ റെസ്പോൺസസിന് ക്വാളിറ്റി ഉണ്ടാവണമെങ്കിൽ, നമ്മളിപ്പോ നമ്മുടെ ആന്തരികമായിട്ടുള്ള റെസ്പോൺസ് ആണെങ്കിലും ശരി, വെളിയുള്ള റെസ്പോൺസ് ആണെങ്കിലും ശരി. ഇപ്പൊ നമുക്ക് വീട്ടിൽ സാമ്പത്തികമായിട്ട് ചെറിയൊരു പ്രശ്നം വന്നു, ഉടനെ തന്നെ അതിനനുസരിച്ച് മാറാനുള്ള ഒരു ആന്തരിക ശേഷി നമുക്ക് ഉണ്ടാവണം. അങ്ങനെയാണ് ഈ പ്രതികരണ ഗുണമേന്മ എന്ന് പറയുന്നത്. അപ്പോ നമ്മളെ റെസ്പോൺസസിന് ക്വാളിറ്റി ഉണ്ടാവണം. അപ്പോ ആ ക്വാളിറ്റി ഉണ്ടാവണമെങ്കിൽ ഈ ഏകീകരണം നടക്കണം. സമാധാനം ഉണ്ടാകണമെങ്കിൽ, ആരോഗ്യം ഉണ്ടാകണമെങ്കിൽ, ശരിയായ പരിവർത്തനം ഉണ്ടാകണമെങ്കിൽ, നല്ല ബന്ധങ്ങൾ ഉണ്ടാവണമെങ്കിൽ, അതായത് ജീവിതത്തിന്റെ സമഗ്രമായ ഒരു ഒഴുക്കുണ്ടാവണമെങ്കിൽ, വിജയം ഉണ്ടാവണമെങ്കിൽ ഈ ഏകോപനം ഉണ്ടാകണം. ഏകോപനത്തെ അറിഞ്ഞുപയോഗിക്കണം, ഏകോപനത്തെ മനസ്സിലാക്കണം. അപ്പോ ഈ ഏകോപനത്തെ, അവബോധ തലങ്ങൾ തമ്മിലുള്ള ഏകോപനത്തെ മനസ്സിലാക്കുന്ന സമയത്ത് ജീവിതം കൂടുതൽ മീനിങ് ഫുൾ ആയിരിക്കും, പർപ്പസ്ഫുൾ ആയിരിക്കും, ബാലൻസ്ഡ് ആയിരിക്കും. അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ ഈ അവബോധ തലങ്ങളെ കുറിച്ച് പറഞ്ഞു വന്നത്. നമ്മൾ ആത്മജ്ഞാനത്തിൽ പ്രധാനമായിട്ടും ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഈ അവബോധ തലങ്ങളിലൂടെ കടന്നു പോകുവാനുള്ള, ഓരോ അവബോധ തലത്തിലൂടെ കടക്കുവാനുള്ള അറിവും അനുഭവവും നൽകുക എന്നുള്ളതാണ്. അത് നമുക്ക് ജീവിതത്തിന് ക്ലാരിറ്റി തരും, പീസ് തരും. മാത്രമല്ല നമ്മൾ ആത്മം എന്ന് പറയുന്ന കാര്യത്തെ കൃത്യമായിട്ട് അനുഭവിക്കും. അതിനിടയിൽ യുക്തികൾ കയറ്റി ഇതിനെ വിഭജിക്കാതിരിക്കുക. വിഭജിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആന്തരിക സംഘർഷം കൂടും, ജീവിത സംഘർഷങ്ങൾ കൂടും.
അത് ഏകോപിപ്പിച്ച് നിലനിർത്താനുള്ള ഒരു അറിവുണ്ടാവുക, അതിനുവേണ്ടിയുള്ള ശ്രദ്ധയുണ്ടാവുക, പ്രാക്ടീസ് ഉണ്ടാവുക. ഇതാണ് അവബോധ നിലകൾ തമ്മിലുള്ള ഒരു സുതാര്യ ബന്ധത്തെ നമ്മൾ അറിയണം എന്ന് പറയുന്നത്. അപ്പോ നിങ്ങൾ നിരീക്ഷിക്കുക, നിങ്ങളുടെ അവബോധ തലങ്ങൾ തമ്മിൽ ഈ ബോധ മനസ്സ്, ഉപബോധ മനസ്സ്, മറ്റേ ശിക്ഷിതാവബോധ മനസ്സ്, സഹജാവബോധ മനസ്സ്, പ്രകട മനസ്സ്, പ്രതിമനസ്സ് തുടങ്ങിയ ഓരോ ഘട്ടങ്ങളും തമ്മിൽ എങ്ങനെയാണ് കണക്റ്റായി നിൽക്കുന്നത്, അവ തമ്മിൽ എങ്ങനെയാണ് ചേർന്ന് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ നിരീക്ഷിക്കുക. അതുമായിട്ട് നമുക്ക് തുടർ പാഠങ്ങളിലേക്ക് പോകാം. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.